വെഡ്ഡിങ് റിസപ്ഷൻ കൂടാൻ പോയാലോ? ബാ, ആദ്യം നമുക്ക് ഡ്രസ്സ് നോക്കിയെടുക്കാം. അപ്പോൾ ഇതെൻ്റെ മാരേജിൻ്റെ തലേ ദിവസത്തെ ഡ്രസ്സായിരുന്നു കേട്ടോ. അന്നൊക്കെ കൊറോണ ആയതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് എടുത്തോളൂ. പക്ഷേ എനിക്കാണെങ്കിൽ സിമ്പിളാണ് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് പിന്നെയും യൂസ് ചെയ്യാം. ഇങ്ങനെ ഈ ഡ്രസ്സ് തന്നെ ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് യൂസ് ചെയ്യുന്നത് തന്നെ. ഞാനത് ഫ്രോക്കായിരുന്നു, അതിനെ ഒരു മസാർക്കലി രൂപത്തിലാക്കിയിട്ടുണ്ട്. ഷോൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താൻ ആ ഫൈനൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ പോകണേ. അതുകൊണ്ട് 2 വീലർ എടുത്തിട്ട് അവിടെ പോകണേ. കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. ഒരു വേറെ ഹോളിലായിരുന്നു. അങ്ങനെ ഇതേ നേരെ തന്നെ നമ്മൾ ഹോളിലെത്തിയിട്ടുണ്ട്. ഹോളിലെത്തിയ പാടെ തന്നെ നേരെ വെള്ളം കുടിച്ചു. കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഷെയ്ക്ക് പോലത്തെ ഒരു ജ്യൂസായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ചെക്കനെയും പെണ്ണിനൊന്നും നോക്കാൻ ടൈം കിട്ടിയില്ല. നല്ല തിരക്കായിരുന്നു. മറ്റേ പാട്ട് പോലെ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അതേപോലെ കുറേ നേരം കാത്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. വേഗം തന്നെ കഴിച്ച് കോലുകളിയും പരിപാടിയൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. കണ്ട പാടെ തന്നെ ഫസ്റ്റ് കണ്ട ഐസ്ക്രീമിലേക്കായിരുന്നു നോട്ടം. ഞങ്ങൾ മൂന്നാളും കൂടെ എൻ്റെ വീട്ടിലെ ചെറിയ ആളെ എൻ്റെ ഉമ്മ വരെ ഐസ്ക്രീം തിന്ന് ഞങ്ങൾ വീട്ടിലെത്തി. ബൈ.